സർ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി അതാണ് നിലവിൽ US നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മിക്ക ലോക രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ US സംഘർഷം തന്നെയാണ് അതിന് പ്രധാനമായ ഒരു കാരണം. അപ്പോൾ ഇറാൻ ഹോർമസ് കടലിടുക്ക് വഴി കടന്നു വരുന്ന ക്രൂഡ് ഓയിലുമായുള്ള കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ US അംഗരാജ്യങ്ങളെ, നാറ്റോ സഖ്യ രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ ബ്രിട്ടൻ, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്ന് പറയുന്ന ഈ സഖ്യരാജ്യങ്ങളൊക്കെ ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വളരെ വിനയപൂർവ്വം ട്രംപിനെ അറിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ട്രംപ് അതിൽ കലി തുള്ളി നിൽക്കുന്ന ഒരു ട്രംപിനെ നമുക്ക് ഇന്ന് രാവിലെയും അല്ലെങ്കിൽ ഇന്നലെയൊക്കെയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണാൻ സാധിച്ചു. ട്രംപ് പേരെടുത്ത് പറഞ്ഞത് ബ്രിട്ടന്റെയാണ്. ബ്രിട്ടൻ എങ്കിലും കൂടെ നിൽക്കും എന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷേ അമേരിക്കയ്ക്ക് ഹോർമോസ് വഴി ഒരു സുരക്ഷയൊരുക്കാൻ അമേരിക്കയുടെ തന്നെ സഖ്യരാജ്യങ്ങളില്ല. അതിനവർ പറയുന്ന ഒരു കാരണം തങ്ങളോട് കൂടി ആലോചിച്ചുകൊണ്ടല്ല ട്രംപ് ഈ യുദ്ധം ആരംഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ? ഒറ്റപ്പെടുന്നത് തന്നെയല്ല. ഇന്നിപ്പോ അവിടുന്ന് വരുന്ന ചില ഇംഗ്ലീഷ് ചാനലുകളിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ ട്രംപ് ആകെ നമ്മൾ പറയത്തില്ല, നാടൻ ഭാഷ കലിപ്പിലാണെന്നാണ് പറയുന്നത്. കലിപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ട് പറഞ്ഞില്ല, ഇന്ന് വൈറ്റ് ഹൗസിൽ ഇന്നലെ പിന്നെ ശരിക്കും ഒന്ന് അലറുകയായിരുന്നെന്നാണ് പറയുന്നത്. നന്ദികേട് കാണിക്കരുതടാ, നന്ദികേട് അല്ലെ, നന്ദി വേണം, നന്ദി വേണം, നന്ദി വേണം എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നു, പ്രത്യേകിച്ച് നാറ്റോ സഖ്യ കക്ഷികളോടാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തന്നു, സൈനികമായിട്ടുള്ള സഹായങ്ങൾ എന്തെല്ലാം ചെയ്തു തന്നു, എത്ര കോടി രൂപയുടെ പിന്നെ സൈനിക സഹായം നിങ്ങൾക്ക് ചെയ്തു, സാമ്പത്തികമായിട്ട് നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്ത് ഒരുപാട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ എല്ലാവരും കൂടെ പ്രത്യേകിച്ച് ബ്രിട്ടന്റെ പേരാണ് എടുത്തു പറഞ്ഞത്. അങ്ങനെയുള്ള നിങ്ങൾ എല്ലാവരും എനിക്കൊരാവശ്യം വന്നപ്പോ ആരുമില്ല ഇപ്പൊ കൂടെ വരാനായിട്ട്. എത്രയോ വലിയ സഖ്യങ്ങളെന്നൊക്കെ, നാറ്റോ സഖ്യം വലിയ അംഗരാജ്യമാണ്. ഒരു രാജ്യത്തിനെതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് വന്ന് മറ്റവനെ ശത്രുവിനെ തുരത്തുമെന്നൊക്കെ പറഞ്ഞുള്ള കരാറിലാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ സഖ്യം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരും വരുന്നില്ലെന്നാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഈ പിന്നെ ട്രംപിന്റെ തന്ത്രം ഈ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അവര് വളരെ ബുദ്ധിമാന്മാരായ രാജ്യങ്ങളാണല്ലോ. അവർക്ക് തന്നെ അറിയാം, അങ്ങനെ അമേരിക്ക നേരിട്ട് ആക്രമിക്കാനൊന്നും വന്നതല്ലല്ലോ. അവിടെ പ്രത്യേക ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇസ്രായേല് പിന്നെ ഇറാനെ ആക്രമിച്ചതാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അമേരിക്കയുമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഒരു സഖ്യരാജ്യങ്ങൾ പോലാണ് അവര് ഇറാനെതിരെ ആക്രമണം നടത്തിയത്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞങ്ങൾ പോയി തലയിടേണ്ട കാര്യം എന്താണെന്നാണ് ഈ നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങളുടെ പൊതു നിലപാടെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇപ്പൊ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഈ ഹോർമൂസ് കടലിടുക്കാണ്. ആ കടലിടുക്കിലാണ് ശരിക്കും യുദ്ധം നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. അതിന്റെ വിളിയാണ് ട്രംപ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ, അമേരിക്കൻ പട നീങ്ങുന്നുണ്ട്, അമേരിക്കയുടെ കപ്പലും ഏതാണ്ട് സൈന്യവും ഒക്കെ അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അപ്പൊ അവര് അതോടൊപ്പം തന്നെ ഇപ്പൊ ഇറാന്റെ സമ്പുഷ്ടീകരണ യുറേനിയമുള്ള ചില തുറമുഖങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. കരയുദ്ധത്തിൽ കൂടെ സാധിക്കുമാവും എന്നുള്ളത് ട്രംപിന് ബോധ്യമായിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇറാനെ കീഴ്പ്പെടുത്തിയിട്ടൊക്കെ കടന്നു വരണം. അപ്പൊ അതിന് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാകും. കാരണം ഇതൊരു പ്രധാന ചരക്ക് തുറമുഖമാണ്. ചരക്ക് ഗതാഗതം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കം എന്തെല്ലാം പിന്നെ എത്രയെത്ര രാജ്യങ്ങൾക്ക് എന്തെല്ലാം സമ്പത്ത് കടന്നു പോകുന്ന തുറമുഖമാണ്. ഇതാണത്, ഐലൻഡാണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹോർമസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് ഉണ്ട്. എല്ലാവർക്കും വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അവരുടെയും നിത്യജീവിതം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടതല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. അവിടെ ഒരു യുദ്ധമുനമ്പാക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് ഒരു യുദ്ധമുനമ്പാക്കിയാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും ക്ഷീണം വരും. അമേരിക്കയ്ക്ക് ശരിയാണ്, അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് വരില്ല, സെൽഫ് സഫീഷ്യന്റ് ആണ്, അവർ സ്വയം പര്യാപ്തമായ രാജ്യമാണ്. അവർ ഒരു കാര്യത്തിനും ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവരുടെ ഉള്ള അധിക വിഭവങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനാണ്. പിന്നെ ചില ഭക്ഷ്യവസ്തുക്കള് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിനവർക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ അവർ വേറെ ചെയ്യുകയും ചെയ്യും. പക്ഷെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി തീരും. ഇത്തരം ഈ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധ മുന്നണിയായിട്ട് ഇയാൾ മാറ്റിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് യുദ്ധത്തിൽ ചെന്ന് ചാടാനും അവർ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും സ്വയം രാജ്യം, ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ നാറ്റോയിൽപ്പെട്ട ഏതെങ്കിലും രാജ്യം, നമ്മൾ സമാധാനമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അനാവശ്യമായിട്ട് എന്തിനാണ് ഇതിനകത്ത് ചെന്ന് ചാടുന്നത്? വെറുതെ ചെന്ന് തലവെച്ച് പോയി കൊടുക്കുക. അതിനാരും തയ്യാറാകത്തില്ല, ഒരു രാജ്യവും തയ്യാറാകത്തില്ല. അതുകൊണ്ടാണ് അവരാരും വരുന്നത്. ഞങ്ങളാരും വരുന്നില്ല, താങ്കൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ലേ ചെയ്തോളാൻ പറയുന്നത്.
ഇപ്പൊ അമേരിക്കക്കകത്തും പ്രശ്നമാണ്, അത് ഇന്റേണലായിട്ടും രാജ്യത്തിനകത്തും അദ്ദേഹം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിന് അവരെയൊക്കെ വിളിക്കുന്നത്. അതേപോലെ ചൈനയോടും അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ വാ. റഷ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് അവരങ്ങ് മാറി. അവർ പറഞ്ഞ് ഞങ്ങള് നിങ്ങളുടെ കൂടെ ഒന്നും വരുന്നില്ല, ഞങ്ങൾ ഇറാനോടൊപ്പമാണ് എന്നുള്ള ഒരു പരോക്ഷമായ സൂചനയാണ് റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ ശക്തിയുള്ള രാജ്യങ്ങളെ വിളിക്കുകയാണ്. ഇപ്പൊ ചൈനയെ വിളിക്കുന്നുണ്ട്. ചൈനയെ വിളിക്കുന്നതിനകത്തിലും തന്ത്രം ചൈനയ്ക്ക് അറിയാം. ഇവരുടെ സാധനങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്, ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എണ്ണ ആവശ്യമുള്ള രാജ്യമാണ്. നമ്മളെ പോലെ, ഇന്ത്യയെ പോലെ തന്നെ വലിയ ജനസംഖ്യയും അതുപോലെ തന്നെ എണ്ണയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന, എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ചൈന ഒരിക്കലും ഒരു നിലവെച്ചു കൊടുത്തിട്ടില്ല. ചൈന ഒരിക്കലും അമേരിക്കയുടെ ഈ ഒരു നിലപാടിനെ തലവെച്ച് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അവരുടേതടക്കം ഒരുപാട് കപ്പലുകളും അവിടെ തുറമുഖത്ത് ബാക്കി കിടക്കുകയാണ്, ഹോർമുസ് കടലിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുമെന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇന്നിപ്പോ ട്രംപിന്റെ മറ്റൊരു ഭീഷണി വരുന്നത്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്തരത്തിലാണ് നീക്കങ്ങൾ പോകുന്നതെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധമുന്നണിയായിട്ട് മാറും. യുദ്ധമുഖമായിട്ട് ഇദ്ദേഹം തുറന്നു കഴിഞ്ഞാൽ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ പവറാണ്, അവരെ കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഇത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു പക്ഷെങ്കിൽ ലോകത്തിൻ്റെതായ വഴി മുഴുവൻ കേൾക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം ട്രംപ് ഈ ലോകരാജ്യങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അവർക്ക് നേരിടാനുള്ള ശേഷിയുണ്ടത്. ഇറാന്റെ പ്രത്യാക്രമണം നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അതിശക്തമായ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഡാൻസിങ് മിസൈൽസ് പോലെയുള്ള അതിപ്രഹര ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് യുടെ വ്യോമത്താവളം വരെ അടയ്ക്കേണ്ടി വന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 4-5 മണിക്കൂർ യിലേക്കുള്ള വ്യോമ ഗതാഗത റൂട്ട് വരെ അടച്ചിടേണ്ടി വന്നു. അത്ര ശക്തമായ പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ട്രംപ് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം കൂടാണ് പറയുന്നത്. അവിടെ ഒരു യുദ്ധക്കളമായി മാറിക്കഴിഞ്ഞാല്, ഹോർമുസ് കടലിടുക്കിൽ യുദ്ധമുന്നണി പോലെ ഒരു യുദ്ധ സാഹചര്യം വന്നു കഴിഞ്ഞാല് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നം വരും. ഇപ്പൊ നമ്മുടെ ഒരു കപ്പൽ കടന്നു വന്നിട്ടുണ്ട്, മറ്റൊരു കപ്പൽ ഏതാണ്ട് കടന്നു വരാനുള്ള ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. LPG, പെട്രോളിയം, മറ്റു വസ്തുക്കളൊക്കെ ഉള്ള കപ്പലുകളാണ് അത് വരുന്നത്. പക്ഷെ യുദ്ധം വന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഇന്ന് നാളെ അവിടെ കാണാം ഇത്തരത്തിലുള്ള അമേരിക്കൻ പ്രത്യാക്രമണം തുടർന്നു കഴിഞ്ഞാല്, അല്ലെ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞാല് ഒരു കപ്പലും കടന്നു വരത്തില്ല. ഒരു കപ്പലിലും കടന്നു വരാനൊക്കത്തില്ല. കാരണം യുദ്ധമുന്നണി കൂടെ ഒന്നും വരിക എന്ന് പറഞ്ഞാൽ സാധ്യമല്ലല്ലോ. ഒരു രാജ്യത്തിനും ആ ഇളവ് ഒരു രാജ്യത്തിനും കിട്ടത്തില്ല, ഇന്ത്യ അടക്കമുള്ള ഒരു രാജ്യത്തിനും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് ലോകം തന്നെ വലിയ ആശങ്കയിലാണ്. ഇന്നിപ്പോ ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. നെതന്യാഹു പറയുന്നത് 3 ആഴ്ചത്തേക്കുള്ള യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിലേക്കാണ് ഞങ്ങളെന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പരിപാടി വല്ലതും തുടങ്ങാനാണോ? ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണോ? ഇറാനാണല്ലോ അതിന്റെ സർവാധിപത്യം, ഇറാന്റെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരതിന്റെ തീരത്തുള്ളത് കൊണ്ട് അവർക്കാണ് അതിന്റെ സർവാധിപത്യം ഉള്ളത്. അവിടത്തേക്കുള്ള പ്രത്യക്ഷമായ ആക്രമണത്തിനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത്. അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. നമ്മുടെ രാജ്യത്തിനടക്കം വലിയ ഭീഷണിയായിട്ട് മാറുന്ന ഒരു തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ട്രംപ് എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ വഴി മുഴുവൻ തനിക്ക് ഒറ്റയ്ക്ക് കേൾക്കണ്ട, എല്ലാവരും വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷേ ബുദ്ധിയുള്ള രാജ്യങ്ങൾ, തിരിച്ചറിവുള്ള രാജ്യങ്ങൾ ആരും ഇതുവരെ ട്രംപിന്റെ കയ്യടി കേട്ടിട്ട് ചെല്ലാൻ തയ്യാറാകുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ. എന്തായാലും ട്രംപിനൊപ്പം ഒരു അനുകൂല നിലപാടെടുക്കാൻ അമേരിക്കയുടെ തന്നെ സഖ്യ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. രാജഗോപാൽ സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വൈറ്റ് ഹൌസിൽ അലറുന്ന ട്രംപ്, അല്ലെങ്കിൽ കളിപ്പ് മോഡിൽ ഇരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹോർമോസ് കടലിടുക്കിൽ എന്തായാലും US കപ്പലുകൾക്ക് സഖ്യരാജ്യങ്ങളുടെ ഒരു സംരക്ഷണമില്ല. അത്തരം സംരക്ഷണമില്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് US-ന് ഹോർമസ് മുറിച്ചു കടക്കാൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. ഇറാൻ കൂടുതൽ പിടിമുറുക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും US-ന് ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ല എന്നത് വലിയ വാർത്തയാവുകയാണ്. ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ അതൊരു വലിയ രീതിയിൽ വാർത്തയാക്കി നൽകുമ്പോൾ ഇറാനിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ് അതെന്ന് കൂടി കരുതാം. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.